എങ്ങനെയുണ്ട് കാണാൻ? നാളെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഒരാളുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, വീഡിയോസ് ഇഷ്ടമാണ്, പക്ഷെ കൊച്ചു കാര്യങ്ങൾ പോലും ആധികാരികമായിട്ട് സംസാരിക്കും എന്നുള്ള ലാംഗ്വേജ് തന്നെ എഴുതിയേക്കണം. അപ്പൊ ആ വീട്ടിലുണ്ടാക്കണ തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചട്ടണി കൂട്ടി തിന്നാൻ ഇച്ചിരി വലുതാ നല്ലത്. ഞാനൊരു സ്വല്പം ഉഴുന്നു ബോള എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തേ പശയെല്ലാം കളഞ്ഞു. ഒരു ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാ, സിമ്പിളായിട്ടുള്ള. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇതെന്നാന്നറിയോ, വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടയാക്കാൻ പറ്റൂല. അപ്പോൾ ഇത് തളിച്ചിട്ടുണ്ട് സ്വല്പം വെള്ളം, അല്ലെങ്കിൽ ഒട്ടും അരഞ്ഞു കിട്ടൂല്ലോ. ഇത് നമുക്ക് അരച്ചേച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സെറ്റായി കിട്ടും. അങ്ങനെ ചെയ്ത് വെച്ച് പരിപാടി ചെയ്യാം. വെയിലത്തേക്ക് നോക്കിക്കേ, 11 മണി, പാർണ ചൂടല്ലേ. 35 ആണ് ഇവിടെ കാണിച്ചേക്കണേ. ഏപ്രിൽ 28 ഞായർ. ഇത് അരയ്ക്കുന്നവരെ ഇച്ചിരി ഞാൻ ഫാൻ ഇതാക്കണം. ഉണൂറിൽ പോയിരുന്നോ, പ്ലഗ് ഓരണായതുകൊണ്ടേ മിക്സിയുടെ പല്ലേ ഫാൻ കൂട്ടണം. അരച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം കേട്ടോ. ഈ പരുവത്തിന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന ഇതായതുകൊണ്ട് അപ്പടി ഒട്ടിപ്പിടിക്കുന്നതേ. അമ്മക്ക് ഒട്ടിപ്പിടിക്കണമെന്ന് അത്ര പിടുത്തമല്ല. കൈ കൊണ്ട് ഉരുട്ടുമ്പോഴും ഇത് തന്നെയല്ലേ മോനെ, പക്ഷേ തീരെ ഇഷ്ടമില്ലാത്തൊരു ടാസ്ക് ആണ് അമ്മയ്ക്ക്. ഒട്ടും ഇഷ്ടമല്ല. കയ്യിൽ മുഴുവൻ ഇങ്ങനെ ഒരു മാതിരി ഇരിക്കും. ഇങ്ങനെ ഒരു പേസ്റ്റ് ഫോമിൽ കിട്ടണം അല്ലേ? കിട്ടണം. ഇത് ഇങ്ങനെയല്ല, ശരിക്കും ഇതിലും കൂടുതൽ അരഞ്ഞ് കിട്ടണ്ട. അപ്പം മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അരച്ചു കഴിഞ്ഞ് ഇതിൽ കൂടുതൽ അരഞ്ഞ് കിട്ടൂല. ഞാനൊരു സ്വല്പം വെള്ളം തളിച്ച്, വെള്ളം അങ്ങനെ ഒഴിച്ചരച്ചതെന്നു വെച്ചാൽ ലിക്വിഡ് ഫോമിലായി പോകില്ല, പിന്നെ ഉരുട്ടാൻ പാടല്ലേ. അതാണ് ഒരു കുഴപ്പം ഇത്. അപ്പോൾ ഈ ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ, ഏഞ്ചൽ പണ്ട് എന്നോട് പറഞ്ഞു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടുമെന്ന്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്, അല്ലാതെ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പടി ഒട്ടിപ്പിടി. ഈ പരുവത്തിനാട്ടോ അരച്ചേക്കണേ. ഉപ്പ, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, കുരുമുളക് ചതച്ചതാട്ടോ. പച്ചമുളകും ചേർക്കണില്ല കേട്ടോ. എരിവിന് കുരുമുളക് നമ്മൾ ചേർത്തേക്കണം, നമ്മുടെ സ്വന്തം കുരുമുളക്. ഇച്ചിരി റവ ചേർക്കാം കേട്ടോ. ഈ പൊടിക്ക് ക്രിസ്പിനെസ് കിട്ടും. പൊടിക്ക് മതി. ഞാൻ എടുത്തോണ്ട് വരാം. സ്വല്പം റവ ഇത് മതിയാവൂല്ലേ? ഇത് മതി. ഏത് പരുവത്തിലാണെന്ന് നിങ്ങളെ കാണിക്കാം. ചെരുവെന്നൊക്കെ ഇരിക്കാൻ വേണ്ടി ഇതൊക്കെ ആഡ് ചെയ്യണതല്ലേ. ഞങ്ങളിത് അങ്ങനെ ഉണ്ടാക്കാറില്ല, അതാട്ടോ ഞാൻ പറഞ്ഞത്. ഈ പരിപ്പുവടയാണ് ഉണ്ടാക്കുന്നത്, ഉഴുന്നുവട അങ്ങനെ ഉണ്ടാക്കലില്ല. ഇത് ശരിക്കും കൂട്ടിക്കുറയ്ക്കണം കേട്ടോ. ഇങ്ങനെ ഒരു പരുവ് എന്തേ ഇത് നോക്കിക്കേ. ഇങ്ങനെ ഒരു പരുവായതുകൊണ്ടേ നമുക്ക് ഫ്രിഡ്ജിൽ ഇച്ചിരി നേരം ഒന്ന് വെച്ചൊന്ന് സെറ്റാക്കാം. സെറ്റാക്കി വെച്ചെടുത്ത് ഉരുട്ടി നമുക്കങ്ങനെ വെളിച്ചെണ്ണയിട്ടൊന്ന് വറുത്ത് നോക്കാം ഏത് പരുവത്തിന് ഇരിക്കുമെന്ന ഷേപ്പും കാര്യങ്ങളും കേട്ടോ. ഏതായാലും ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണ്. നിങ്ങൾ കുരുമുളക് ചതച്ചാട്ടോ ചേർത്തേക്കണം, പച്ചമുളകും മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് മൂടി വെച്ച്, ഉള്ളി ഇരുന്ന പാത്രം അതുകൊണ്ട് തന്നെ അങ്ങ് മൂടാം. മൂടി വെച്ച് ഫ്രിഡ്ജിലിരിക്കട്ടെ കേട്ടോ. എന്നിട്ട് തുടങ്ങുമ്പോൾ കാണിക്കാം. ഓക്കെ. ആദ്യം നമ്മളെ കൈ നനയ്ക്കണം വെള്ളത്തില്. വെള്ളോ എണ്ണയോ ഏതെങ്കിലും മതിയായിരിക്കും. ഞാൻ വെള്ളത്തിലാണ് നനച്ചത്. എന്നിട്ട് ദേ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കൂല അന്നേരം. എന്നിട്ട് ദേ ഇങ്ങനെ ഒന്ന് ഉരുട്ടുക. ഇച്ചിരി ചെറുതാക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗുണം ഉണ്ടായോ? ഇപ്പൊ ചുട്ട് നോക്കിയിട്ട് നമുക്ക് പറയാതെ, അങ്ങനെ പറയാറായിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചുടാറില്ലാത്തൊരു സാധനമായതുകൊണ്ട് ഇത് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഫൈനൽ ഫോം വരട്ടെ. ദേ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മെതേഡായിട്ട് എങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. അതെ ഇങ്ങനെ ചെയ്ത് വെച്ചത് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഫ്രിഡ്ജിൽ വെച്ചത് ഗുണമുണ്ടായിന്ന് എനിക്ക് തോന്നണേ. ഹോള് ഫുള്ളായോ? വന്നിട്ടുണ്ട്. ഹോളായിട്ടുണ്ട്. എണ്ണയൊന്ന് നോക്കട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റും. എണ്ണ ചൂടായിട്ടേ പറ്റുള്ളൂ. ചൂടായിട്ടുണ്ടെന്ന് തോന്നണം. കുറച്ച് നേരമായി ഞാൻ ഓൺ ചെയ്തിട്ടൊന്ന് നോക്കട്ടെ. ഇച്ചിരി തരി ഇട്ട് നോക്കാം. ആവണേ ഉള്ളൂ. ആയി വരട്ടെ. വെള്ളം കൂടിപ്പോയത് ഗതികേടാ അരയ്ക്കുമ്പോൾ. അതാണ് അതിന്റെ മെയിൻ ആയിട്ട് നോക്കാൻ എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ നമ്മൾ പറയാറായിട്ടില്ല. നമ്മൾ വിജയിച്ചിട്ട് എന്നിട്ട് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നത് അതിന് സെറ്റ് ആവാൻ വേണ്ടിയായിരിക്കും ഫ്രിഡ്ജിൽ വെക്കണത്. നനവൊന്ന് ഇതാവാൻ വേണ്ടി ഒന്ന് ഹാർഡായി കിട്ടാം. ഒന്ന് തോന്നിക്കണം. ഇടയ്ക്ക് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. അത്ര ആയിട്ടില്ല.
ശരിക്കും കുഴപ്പമില്ല. കുഴപ്പമില്ല, വേഗം അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ പറ്റില്ല, തിരക്കും ഓളാക്കണോ ഇട്ട് നോക്കാം. വലിയ കുഴപ്പമില്ല. നോക്കട്ടെ, ഷേപ്പൊന്നും അത്ര ശരിയായിട്ടില്ല കേട്ടോ. നനച്ച് എടുക്കുക. ഓരോ തവണ കൈ നനച്ചെടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. വിചാരിച്ച അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാന്ന് തോന്നുന്നു. അതെ, ഇത് ശരിയായി കിട്ടിട്ടോ. വലിയ കുഴപ്പമില്ല. എണ്ണയിലിട്ടാലും ശരിയായിന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്കും അങ്ങനെ കയ്യിൽ അധികം നേരം പിന്നെ വെച്ചോണ്ടിരിക്കുന്നത്, വെക്കുമ്പോഴാണ് അത് ഒട്ടണത്. അത് ശരിയായി. രണ്ടാമത്തെ ആദ്യത്തെ ഇച്ചിരി ഒന്ന് ചളിങ്ങിയിട്ടുണ്ട്, പക്ഷെ രണ്ടാമത്തെ കറക്റ്റായി വന്നിട്ടുണ്ട്. അത് കയ്യിലധികം വെച്ചോണ്ടിരിക്കരുത്, വേഗം വേഗം ചെയ്താൽ മതി. നമ്മളിത് ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് സംഗതി നിത്യത്തൊഴിൽ അഭ്യാസമല്ലേ, അങ്ങനെ ചെയ്യാറില്ല. 1-2 ആവർത്തിയുള്ളൂ ഉഴുന്നോടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം വീഡിയോ കാണിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കുമ്പോഴല്ലേ അതിന്റെ സംഗതികൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇച്ചിരി മെനക്കേടായതുകൊണ്ട് അപ്പൊ പറയും ഉഴുന്നോടെ വേണമെന്നുള്ളപ്പോ പറഞ്ഞാൽ പോരെ, മേടിക്കൂലേ എന്ന് ചോദിക്കും. പരിപ്പോടെ പിന്നെ ഇങ്ങനത്തെ ഷേപ്പിലൊന്നും വിഷയമില്ലല്ലോ, ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഇല്ല. ഈ കോംപ്ലിക്കേഷന്മാർക്ക് നിങ്ങൾക്ക് പ്രേക്ഷകരായ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ആ അനുഭവം എന്നാന്നോ. എൻ്റെ ഇത്രയും നാളത്തെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നെ പറ്റി. പ്രശ്നമാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. ചിലപ്പോൾ മറ്റത് മറിക്കാറായി കാണും. നോക്കട്ടെ കേട്ടോ, ആവണേ ഉള്ളൂ. അത് നല്ല ഷേപ്പായി. പക്ഷെ ആദ്യത്തെ വലിയ കുഴപ്പമില്ല കേട്ടോ. അതെനിക്ക് അങ്ങനെ ഇച്ചിരി ഒന്ന് വീർത്തു വരുമല്ലോ, അതാ അതിന്റെ ഷേപ്പ് കറക്റ്റായി വന്നത് ആയിരിക്കാം. അത് ശരിയായി. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇത് കോരി കഴിഞ്ഞ് അടുത്തത് ഇട്ടാ മതി, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാലേ. 3 മതി. 3 മതി. അത് ഈ എണ്ണയ്ക്ക് അനുസരിച്ചിരുന്ന, അല്ലെങ്കിൽ പിന്നെ എണ്ണ വേസ്റ്റ് അല്ലേ വെച്ച്. ഈ ഒരു 3 കൂടെ ഉണ്ടാവുള്ളൂ. ഒരു 2-3 പ്രാവശ്യം അടുപ്പിച്ചുണ്ടാക്കി നമുക്ക് കറക്റ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതങ്ങനെ ഉണ്ടാക്കാൻ ഇച്ചിരി ഈ എനിക്ക് ഈ കയ്യിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അളിഞ്ഞിരിക്കും, എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് എണ്ണ പലഹാരമല്ലേ, പരിപ്പോടിക്ക് അങ്ങനെ അളിയലില്ലല്ലോ, നമ്മള് ചുമ്മാ ഉരുട്ടി അങ്ങ് ഇടുവല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം സവാള വടയാ. അത് വേണമെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കാം. ഇതിലിപ്പോ ഉള്ളി ചേർത്തിട്ടുണ്ട് കുറെ. ചുമന്നുള്ളി ചേർത്തേക്കണം. സവോള വടയ്ക്ക് സവോളയെ കൂടുതലും ചേർക്കണം. ചുമന്നുള്ളി ചേർത്തുണ്ടാക്കിയാൽ നല്ലതാ, പക്ഷെ എന്തോരം ഉള്ളി ഉണ്ടെങ്കിലാ എടുക്കല് തന്നെ വലിയ ഇതല്ലേ. ഇതിലിപ്പോ ഉള്ളി ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഉള്ളിവട എന്നൊക്കെ പറയാം. ഉള്ളിന്നല്ലേ കൂടുതലാ, കുറച്ചുള്ളി. സവോള വട ഈ ഷേപ്പിലുള്ളതാണോ ഇഷ്ടം? ഈ ഷേപ്പില്. മനസ്സിലായി. ഒരു ദിവസം നമുക്ക് വീഡിയോയിൽ കാണിക്കാം. അതില്ലേ സവോള വട ഉണ്ടാക്കാൻ ഈ ജൂണില് മഴ അങ്ങ് തുടങ്ങും, ഉണ്ടാക്കാം. കൂടെ ഒരു കട്ടനും. ആഹാ, അത് പറയുമ്പോ തന്നെ വല്ലാത്തൊരു സുഖ. ചൂട് കൊണ്ട് ഒരു രക്ഷ. ഞാൻ ഇച്ചിരി മാറാല്ലെങ്കിൽ നിനക്ക് കാറ്റിട്ടില്ല. കൃത്യം 12 മണിയാണ് അടുക്കളയിലത്തെ അവസ്ഥ. പാഷൻ ഫ്രൂട്ടിന്റെ മുകളിലേക്ക് നോക്കിക്കേ. അപ്പൊ പറഞ്ഞു കൂമ്പ് ചിലപ്പോ ചെറുതായിട്ട് വാടും, വെയിലേറ് കണ്ടിന്യൂസ് അടിക്കും. അടിക്ക് കുഴപ്പമില്ല, പക്ഷെ പാഷൻ ഫ്രൂട്ടിന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്ന് തോന്നണം. അവർക്ക് ഇച്ചിരി വിസ്തൃതമായല്ലോ, മൈലാഞ്ചേട്ട് കയറി ഒടുങ്ങി പറഞ്ഞു കിടക്കുമല്ലോ. അവര് പറയാൻ വിചാരിക്കാനുണ്ടാവും, ഗ്രില്ല് ചൂടാണെങ്കിലും വികസിച്ച് കിടക്കും. കുഴപ്പമില്ല, സംഗതി ഉഗ്രന. എനിക്ക് കൊണ്ടില്ലേ വിസ്തൃതം. ഞാൻ ഇത് ചെയ്തതല്ലേ, കിളിർപ്പിച്ചതല്ലേ, അവർക്കും എന്റെ പോലെ വിസ്തൃതമായിരിക്കണം. എനിക്ക് ഇച്ചിരി സ്ഥലം പോരുന്ന ഞാൻ പറയാറില്ല. അതുപോലെ ചീനിച്ചട്ടിയൊക്കെ ഞാൻ പറയുമല്ലോ വിസ്തൃതം വേണം, അല്ലെങ്കിൽ ഇളക്കുമ്പോ ചാടി പോകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെട്ട് വേണം. പക്ഷെ നട്ടുച്ചയാകുമ്പോ തളരുവര്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാലത്തേപ്പം. കോരി വേണേ, പാകായി. ഇപ്പാകം പോരെ, മതി. മൂക്കും അല്ലെങ്കിൽ കരിയും. അതെ, കരിഞ്ഞാ എല്ലാം തീർന്നു. അടിപൊളി. ഒന്നിച്ച് വെച്ചൊരു പടം എടുക്കാം, ഒരു ട്രിപ്പോടെ ഉണ്ടാക്കാനുണ്ട്, എന്നിട്ട് കഴിക്കാനെടുക്കാം കേട്ടോ. ഇതിൽ വെക്കട്ടെ. കഴിക്കാൻ വൈകുന്നേരമാണ് നമ്മൾ ഉദ്ദേശിക്കണേ. അതെ, കൈ നനയ്ക്കുക. ഓരോ പ്രാവശ്യവും കൈ നനയ്ക്കണം. അതെ. ഒരെണ്ണം മറിക്കാനുണ്ട്. അടുത്ത ട്രിപ്പിൽ അമ്മ 4 ഇട്ടല്ലോ. തീർന്നു. അതോടുകൂടി കോൺഫിഡൻസ് കൂടിയോ? ഇല്ല, അതുകൊണ്ടല്ല. പിന്നെ എപ്പോഴും ഇത്തവണ നല്ല സൂപ്പറായി എല്ലാ ഷേപ്പ് വന്നു കേട്ടോ. അതാ കയ്യിൽ അധികം നേരം ഇരിക്കാണ്ടിരുന്നാ മതി, അപ്പൊ പ്രശ്നം കഴിയും. വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. വീടുകളിൽ ഉണ്ടാക്കുമ്പോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവര് ചെയ്യുമ്പോ എന്റെ പോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. അല്ല, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല അടിപൊളി. ആദ്യത്തെ മാത്രം നമ്മൾ കയ്യിൽ ഇച്ചിരി നേരം വെച്ചോണ്ടിരുന്നോണ്ട് ഒന്ന് ചളങ്ങി. അത്രേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ
ആ ഫ്രിഡ്ജിൽ വെക്കുന്ന ടെക്നിക്ക് നല്ലതാട്ടോ. കാരണം അത് പറയാനാ വന്നത്, അത് വിട്ടുപോയായിരുന്നു. അത് എന്നാന്ന് വെച്ചാൽ ഏഞ്ചൽ എനിക്ക് ആ ടിപ്പ് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ അരച്ച് വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കണം. അരച്ച് വെച്ച് സ്വല്പ നേരം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റാവും എന്നല്ല, ഉരുട്ടാൻ ഇച്ചിരി സൗകര്യമാവുന്ന. പിന്നെ ബിനി, എൻ്റെ ആങ്ങളുടെ ഭാര്യ ബിനി ഉഴുന്നോടെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ബിനി ഇങ്ങനെ പറയാറുണ്ട്, കയ്യിൽ വെള്ളം പെരട്ടേച്ച് ഇങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ എടുക്കുമ്പോ തന്നെ മുളച്ച് എനിക്ക് ഇച്ചിരി ഇഷ്ടക്കുറവാണ്. എന്നാലും പറയും എപ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 or 3 പ്രാവശ്യം ആകെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കാൻ മെനക്കെടാറില്ല. പരിപ്പോളെ ഉണ്ടാക്കും, ഇത് ഉണ്ടാക്കാറില്ല. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് 4 എണ്ണം. ഒരു കാര്യം പറയാം, സെക്കൻഡ് ട്രിപ്പ് 4 എണ്ണം, ഫസ്റ്റ് ട്രിപ്പ് 3 എണ്ണം. ഓ, അങ്ങനെ ടോട്ടൽ ട്രിപ്പ് എത്രയാ? 7. ടോട്ടൽ ട്രിപ്പ് 2 എണ്ണം. 2 ട്രിപ്പില് 7 എണ്ണം. കാണുമ്പോ തന്നെ ഒരു കിരികിരി ഓർമ്മ വന്നിട്ടുണ്ടോ? കിരികിരിന്ന് കഴിക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് അങ്ങനെ കിരികിരിന്ന് ഞാനിത് കടിച്ച് മുറിക്കണതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോ ഓർമ്മ അല്ലേ. ഇച്ചിരി ചൂടാറി കഴിഞ്ഞാൽ കിരികിരി എടുക്കാം. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കൈ മാത്രം ഈ പറഞ്ഞ പോലെ ടിപ്പൊന്ന് നോക്കിയാൽ മതി, ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അതായത് കൈ എണ്ണയിലേക്ക് നമ്മൾ ഏത് വറപരി സാധനം ഇടുമ്പോഴും എണ്ണ നമ്മുടെ കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ടിപ്പ് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ്, അടുക്കളയിൽ കയറുന്ന എല്ലാവരും ചെയ്യുന്നതാണ്. പപ്പടം കാച്ചുമ്പോൾ ഉൾപ്പെടെ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അറിയാൻ മേലാത്ത ന്യൂജന് വേണ്ടി മാത്രം പറയണതാട്ടോ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇടുക. ഉഴുന്നോടെ മാത്രം ചെയ്യുമ്പോൾ ഇങ്ങനെ അരക്കി വെച്ചിരിക്കുന്ന മാവ് സ്വല്പ സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആയിക്കിടും. നോക്കിയ ഉഴുന്നോട നല്ല ഭംഗിയില്ലേ കാണാൻ? എങ്ങനെയുണ്ട് കാണാൻ? എളുപ്പാ, കൈ വൃത്തികേടാവില്ല. ഉണ്ട വായിലിടും പോലെ. പിന്നെ അപ്പൊ കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് ചെയ്തിട്ട് പോവാം. ടേസ്റ്റ് ഒരെണ്ണം കഴിച്ചു നോക്കുന്നേ. ചൂട് ഇച്ചിരി അറിയുന്നേ. അല്ല, നീ കഴിച്ചോ, വരുമ്പോ മതി. ചൂടാ നീ, അത് അപ്പഴേക്ക് പറ്റില്ല, ചൂടത്ത് ചൂടുന്ന. പിന്നെ രണ്ടാമത്തെ ടിപ്പ്, എനിക്ക് ഇവിടുത്തെ കസിൻ സിസ്റ്ററിന്റെ മോള് ഏഞ്ചൽ പറഞ്ഞു തന്നതാണ്. നമ്മൾ ഉഴുന്നാട്ടി കഴിഞ്ഞേച്ച് റവയൊക്കെ ചേർക്കണമെങ്കിൽ അത് ചേർക്കുക. എല്ലാ മിക്സിങ്ങും കഴിഞ്ഞേച്ച് ഒരു 10-20 മിനിറ്റ് എങ്കിലും, അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അത്രയും നല്ലതാണെന്ന് അവള് പറയണേ. ഫ്രിഡ്ജിൽ വെച്ചേച്ച് ഉരുട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇച്ചിരി സെറ്റായി കിട്ടും മാവ്. കാരണം ഞങ്ങൾ ഇപ്പം ഒരു വാള ഉഴുന്ന്, അല്ലെങ്കിലും ഗ്രൈൻഡർ ഞങ്ങൾക്ക് ഗ്രൈൻഡർ ഇല്ല, മിക്സിയിലല്ല ഉപയോഗം. 3 പേർക്ക് വേണ്ടി ഗ്രൈൻഡറിൻ്റെ ഉപയോഗം ഇല്ല ഞങ്ങൾക്ക്. അപ്പം നമ്മൾ മിക്സിയിലാട്ടുമ്പോൾ വെള്ളം സ്വല്പം തളിച്ചേച്ച് ആട്ടണത് കൊണ്ട് സ്വല്പം വെള്ളമായി അതിലിരിക്കൂലേ. അപ്പൊ വെള്ളമായി ഇരിക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റൂല. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി കിട്ടും. അപ്പൊ ഞാൻ ഇച്ചിരി റവ തൂകിയിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ അങ്ങനെ സെറ്റായി വെച്ച് നമ്മൾ 2 കൈയുടെ ഇങ്ങനെ ഉള്ളം കൈയിൽ 2 ഇതിലും നനവ് കിട്ടാൻ വേണ്ടി വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടിയേച്ച് ഉരുട്ടിയെടുക്കുക. അപ്പൊ ഇത് രണ്ടാമത്തെ ടിപ്പ്. അത് ഞാനിത് പറയണ പുതിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം കേട്ടോ, പഴയവർക്ക് വേണ്ടിയല്ല. ഇന്നാൾ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഒരാളുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, വീഡിയോസ് ഇഷ്ടമാണ്, പക്ഷേ കൊച്ചു കാര്യങ്ങൾ പോലും ആധികാരികമായിട്ട് സംസാരിക്കുന്നുള്ള ലാംഗ്വേജ് തന്നെ എഴുതിയേക്കണേ. അപ്പൊ ഞാൻ കുറേ നാൾ മുമ്പുള്ള വീഡിയോയാണ്, ഞാൻ ഇന്നാളെ അതിന്റെ കമന്റ് കണ്ടത്. ഈ ഇടണ ദിവസം പിറ്റേ ദിവസം കമന്റ് നോക്കുള്ളൂ, മകളാ മറുപടി കൊടുക്കണ കമന്റ് ഞാൻ പറയും, ഞാൻ അവള് ചോദിക്കുമ്പോ വിവരങ്ങൾ. അപ്പൊ അത് ആധികാരികമായിട്ട് പറയണം, വേറെ ഒന്നും കൊണ്ടുമല്ല, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റും പറയണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് പറയണത്. പിന്നെ ആധികാരികമായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണു, നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ആർക്കും തോന്നേണ്ട കാര്യമില്ല. ചെയ്യണ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു, അതുപോലെ പറയണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് അറിയാൻ മേലാത്ത ഒത്തിരി പേര് പറയും, ഇനിയും മുളക് പൊടി ഓരോ സംഗതികൾ ഇടുമ്പോൾ അത് ഇട്ടായിരുന്നു ഇത് ഇട്ടായിരുന്നു എന്ന് ചിലർ ചോദിക്കും. ചിലപ്പോൾ ഈ സംസാരത്തിന്റെ ഇടയ്ക്കും കുഴക്കണതിന്റെ ഇടയ്ക്കൊക്കെ മാവ് കുഴക്കുമ്പോൾ ചില സംഗതി പറയാൻ വിട്ടുപോകും. ഇന്നാളെ ഏതാണ്ട് ഒരെണ്ണം ചുട്ടയിൽ ആരോ പറഞ്ഞു ഉപ്പ് ചേർത്തില്ലേ അമ്മയെന്ന് ചോദിച്ചു. ഉപ്പ് ഓൾറെഡി ചേർത്തു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് മിസ്റ്റേക്ക് പറയാൻ വിട്ടുപോയി. അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റും പറയാറുള്ളത് കൊണ്ടാണ് കൂട്ടോ അങ്ങനെ പറയണേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൃത്യമായിട്ട് ചെയ്ത് വിജയിച്ച് ഈ പഴയ സംഗതികളല്ലേ നമ്മൾ പലതും ചെയ്യണേ, അതെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തും പോലെ കാണുന്ന കപ്പയും ചക്കയും മാങ്ങയും തേങ്ങയും
അരി ഉണ്ടാ ഉലൂസ് ഉണ്ടാ പിടി ഇറച്ചി ഇങ്ങനെയുള്ളതൊക്കെ. അപ്പം അത് ശരിക്കും നന്നായിട്ട് അറിയാം. അപ്പം അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യണമെന്നുള്ളത്. പിന്നെ പല രീതിയിലും ഞാൻ പറഞ്ഞില്ലേ പലരും ചെയ്യും. അത് ഓരോ സ്ഥലത്തെ രീതിയാണ്, ഓരോ വീട്ടിലെ രീതിയാണ്. എല്ലാ വീട്ടിലും ചൂടണ്ടേ, എല്ലാ വീട്ടിലും അതിൻ്റെതായ ഇപ്പൊ ഒരു കറിയാണെങ്കിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല വേറൊരു വീട്ടിലുണ്ടാക്കുന്നത്. അപ്പൊ ആ വീട്ടിലുണ്ടാക്കണ തെറ്റാന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല. എന്റെ തെറ്റാന്ന് വേറെ ആർക്കും പറയാൻ പറ്റൂല. കാരണം നമ്മൾ പഠിച്ചത് നമ്മൾ പാടണം, അത്രേ ഉള്ളൂ. അവര് പഠിച്ചത് അവര് ചെയ്യണം. അതില് സജഷൻസ് ഒക്കെ നമുക്ക് പറയാം, പക്ഷെ ഇങ്ങനെയല്ല ഇത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില പേരുകൾ, ചില സംഗതിയുടെ പേര് ഞാൻ പറയൂല. ഞാൻ പരമ്പരാഗതമായിട്ട് വീട്ടിൽ നിന്ന് വളർന്നപ്പോഴേ കേട്ടേക്കണ പേരാ ഉപ്പ് മാങ്ങ, മാങ്ങാത്തൊലി, ചക്കക്കുരു മാങ്ങി, ചെമ്മീനും മാങ്ങി, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ കേട്ട് തഴമ്പിച്ചുകൊണ്ട് ആ പേര് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അത് ആധികാരികമായിട്ട് എന്നാന്ന് അതിന്റെ ജെനുവിൻ കാര്യങ്ങൾ റീസൺ നമുക്ക് അറിയില്ല. മാങ്ങാത്തൊലി ഇപ്പൊ എന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല. മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് കൊണ്ടായിരിക്കും ഉപ്പുമാങ്ങ എന്ന് പറയണത്. ഉപ്പുമാങ്ങ മുഴുവൻ മാങ്ങയുണ്ട്, അരിഞ്ഞിടണ മാങ്ങയുണ്ട്, പിന്നെ കറിമാങ്ങ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പഴയ വീടുകളിലൊക്കെ ചെയ്യണതില്ല. അപ്പൊ അരിയുണ്ട, അവലോസുണ്ട. ഇപ്പൊ ഈ അരിയുണ്ടയില്ലേ, ഞങ്ങളുടെ സ്ഥലങ്ങളിലെല്ലാം അരിയുണ്ട ഉണ്ടാക്കുമ്പോ ശർക്കര പാനിയാക്കി വെച്ചാൽ ഉണ്ടാക്കണേ. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടതാട്ടോ, പല സ്ഥലത്തും അല്ലാതെ കണ്ടേക്കണമല്ല. ഞാൻ കഴിച്ചേക്കണതും കണ്ടേക്കണം മുഴുവൻ ശർക്കര പാനി ഉണ്ടാക്കി വെച്ച് അരി വറുത്ത് പൊടിച്ച പൊടി, തേങ്ങയും എല്ലാം ഇട്ട് വിളയിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് ഉരുട്ടിയെടുക്കണം. ഇപ്പൊ യൂട്യൂബിൽ പലരുടെയും അരിയുണ്ട ഉണ്ടാക്കണേ ശർക്കരയും അരി വറുത്ത് പൊടിച്ചതും തേങ്ങയും കൂടെ തിരുമിയച്ച ഉരുട്ടിയെടുക്കണം. അപ്പൊ നമ്മള് പാനിയാക്കി ചെയ്യണേ. അതുകൊണ്ട് നമ്മുടെ മാത്രം ശരിയുള്ളെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ. അതുപോലെ അവരാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് ഇത് തെറ്റാന്ന് നമ്മൾ പറയരുത്. കാരണം പാചകത്തിന് അങ്ങനെ ഒരു നിയമം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പഴയ അമ്മച്ചിമാരൊക്കെ ചെയ്യണ കണ്ട ഓരോന്നും നമ്മൾ വളർന്നു വരുമ്പോലെ കണ്ടു വന്നങ്ങനെ. അപ്പൊ അത് ആരുടെ ഒരു മൈനസ് അല്ല കേട്ടോ. അത് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ തർപ്പിച്ച് തന്നെ പറയും. അത് എൻ്റെ ഒരു സ്വഭാവം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ചിലര് തപ്പി പറയും, ചിലര് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പറയും, ചിലര് പറയാതിരിക്കും, ചിലര് കുറച്ച് കാണിക്കും, കുറച്ച് പറയും. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു, അതുപോലെ തന്നെ ചെയ്യുന്നു. നല്ല ഇതായിട്ട് തന്നെ നിന്ന് പറയും. ഞാനിത് കാറ്റ് പറയല്ലേ, നിനക്ക് കാറ്റ് കിട്ടില്ല. അല്ല, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണല്ല കേട്ടോ. ഇനി ഇവരോട് രണ്ടുപേരോടും ചോദിച്ച അഭിപ്രായം പറയാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളോട് പറയാതെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ചതച്ചായിട്ടേക്കണം, അത് കാണിച്ചു. ചുമന്നുള്ളി, കുരുമുളക് ചതച്ചത്, ഉപ്പ്, പിന്നെ എന്നാ വെച്ചാൽ ചുവന്നുള്ളി, വേപ്പില, മല്ലിയില ഒന്നും ഇട്ടിട്ടില്ല. അതിന്റെ കൂടെ എനിക്ക് കുഴച്ചപ്പോ തോന്നി ഒരു പച്ചമുളക് കിടക്കട്ടെ എന്ന്, വടയല്ലേ. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, കടിക്കുമ്പോ നോക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല. അതെ, ഞാൻ നിങ്ങളൊന്ന് പിളർന്ന് കാണിക്കാം. അതെ, നോക്ക്, നല്ല സോഫ്റ്റ് ആണല്ലോ. നല്ല സോഫ്റ്റാ. ഞാനൊന്ന് കടിച്ചു കാണിക്കാം. അതെ, ശരിക്കും വേവ് കയറി മുരിഞ്ഞിട്ടുണ്ട്. പാകം സോഫ്റ്റ്നെസ്സാണ്. ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ഇട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ പൊള്ളച്ചു വരും. ഞങ്ങൾ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല. വെരി സോഫ്റ്റ്, നല്ല ഇത്. അപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒന്നുകൂടി പിളർന്ന് കാണിച്ച നടുക്ക് പിളരട്ടെ. ഈ കണ്ണും കാണാൻ മുളകാ. ശരിക്കും കടയിൽ കിട്ടണ അതേ രുചി. നല്ലതാ. ഇതിന്റെ ടിപ്പ് പറഞ്ഞു തന്നാൽ ഇവിടുത്തെ ഏഞ്ചലിനെ പ്രത്യേകം നന്ദി ഇതിലൂടെ അറിയിക്കുന്നു. ഏഞ്ചല് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വിളിക്കും. നാളുകൾ മുമ്പ് പറഞ്ഞു തന്നാ. പണ്ട് ദിവസേ പരിപ്പോട് കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അവൾ ഏതാണ്ട് ഒരു ദിവസം ഉഴുന്നോടെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ഉണ്ടാക്കിയ കയ്യിലെ കൂട്ടിപ്പിടിച്ചിരിക്കും, എനിക്ക് ഇഷ്ടക്കുറവാന്നത്. എന്നാലും പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ മതിയില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ അരച്ചേച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം, അപ്പം നമുക്ക് സെറ്റായി കിട്ടുന്നു. അപ്പം ഞാനും തിങ്ക് ചെയ്തപ്പോൾ ശരിയാ, സെറ്റാവും ഉള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തോരം ആട്ടിയാലും അത്രയും നല്ലതെന്നാണ് പറഞ്ഞു സോഫ്റ്റ്നെസ്സിന്. ഇതിപ്പോൾ അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. ഇനിയിപ്പോൾ നമുക്ക് അപ്പയുടെ കൃത്യമായിട്ട് അഭിപ്രായം ചോദിക്കുന്ന വയലേക്ക് വെച്ചോ. നല്ല അതേ മുളക് മാറ്റിയത്. അപ്പയ്ക്ക് ഇവിടെ നിന്ന് ഒരു ഉഴുന്നോടെ എടുത്ത് കൊടുക്കാട്ടോ. എടുത്ത് കൊടുക്കുന്നു. ദേ അപ്പയ്ക്ക് ഉഴുന്നുവട. എൻ്റെ ലൈറ്റ് എന്തേ? ഒരു മിനിറ്റ്, ലൈറ്റ് എടുത്തോണ്ട് വരാം. അമ്മ സ്പെഷ്യൽ ഉഴുന്നുവടയാണ്.
എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ചട്ടണി കൂട്ടി തിന്നാൻ ഇച്ചിരി വലുതാ നല്ലത്. ഇത് ഒറ്റക്കടിക്ക് തീരും, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. രുചിയൊക്കെ വളരെ നല്ല നല്ല സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ് ആണ്, പിടിയിൽ കഴിയുകയും ചെയ്യും തീറ്റ. പക്ഷെ ഉണ്ടാക്കാൻ ടൈം കൺസ്യൂമിങ്. ഇത് വേഗം തീരും, ഒത്തിരി ടൈമിങ് അല്ല. പക്ഷെ രുചി നന്നായിട്ടുണ്ട്. ഓക്കെ, ഉഴുന്നുവട കഴിക്കണ്ടോ അമ്മ? അമ്മ കഴിച്ചാന്നാ പറഞ്ഞേ. അപ്പം നമുക്ക് കഴിക്കാം. ഇതേ കണ്ടോ, ചായക്കൊപ്പം ഒരു ഉഴുന്നുവട. ഞാൻ ചൂട് കാരണം മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കണം കേട്ടോ, സർദാർജിയെ പോലെ ഉണ്ടല്ലേ. മല്ലു സിംഗ് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മല്ലു സിംഗിനെ പോലെ ഉണ്ടായിരുന്നു. ചൂട് കൊണ്ടാട്ടോ. അപ്പോൾ നമുക്കിനി ഉഴുന്നുവട കഴിക്കാം. ഫ്രൈ ചെയ്ത് അധികം താമസിച്ചാതെ കഴിക്കണമെന്നല്ല, ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടില്ലല്ലോ. ബട്ട് എന്നാലും ഇതിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. എത്രത്തോളം അറിയുന്നോ അത്രത്തോളം സോഫ്റ്റ്നെസ് കൂടിയേ ഉള്ളൂ. മഴയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒരു കപ്പ് ചായയോ കട്ടനോ കാപ്പിയോ ഒക്കെ കുടിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും തൊടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേ അല്ല, അത്രയും ഹ്യൂമിഡ് ക്ലൈമറ്റാണിപ്പോൾ. അപ്പോൾ വീടുകളിൽ എല്ലാവരും മഴയൊക്കെ പെയ്യുമ്പോൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വീട്ടിലുണ്ടാക്കണതിന് പിന്നെ കുഴപ്പമില്ലല്ലോ, കടയിൽ നിന്ന് മേടിക്കുമ്പോഴാണല്ലോ നമുക്ക് എണ്ണയൊക്കെ എത്ര തവണ യൂസ് ചെയ്തതാണ് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. വീട്ടിലാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും കേട്ടോ.